Watch full episodes on Jio Hotstar. വിട്ടു ബഹാനെ ബാസ് തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. അല്ല എന്ത് ശബ്ദമാണത്? അല്ല, ഈ ഗോറില്ല ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? അതൊക്കെ ഈ മഞ്ഞുമലയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നല്ല വെളുത്താണ് ഇരിക്കുന്നത്. നീ വെറും ഗൊറില്ലയാണ്, ഗൊറില്ല. കാരണം ഗൊറില്ലയ്ക്ക് എപ്പോഴും ബ്ലാക്ക് കളർ തന്നെ ആയിരിക്കും. ഞാൻ എട്ടിയാണ്. അല്ല, നീ ഗൊറില്ലയാണ്, ഗൊറില്ല. അല്ല, ഞാൻ എട്ടിയാണ്. ഗൊറില്ലയാണ്, ഗൊറില്ല. മോട്ടു വേഗം വാ. അല്ല, ഈ മോട്ടു എവിടേക്കാ ഈ പോയത്? മോട്ടു, മോട്ടു നീ എവിടെയാണ്? മോട്ടു, ഇനി നീ പറയേ, ഞാൻ ഗൊറില്ലയാണോ അതോ എട്ടിയാണോ? പക്ഷെ കാണാൻ എങ്ങനെയാണെങ്കിലെന്താ? എന്റെ അമ്മോ, എന്താ അവർക്ക് സംഭവിച്ചത്? ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇങ്ങോട്ട് നോക്ക്. നിന്നെ ഞാൻ ഭസ്മാക്കി കളയും. അതുകൊണ്ട് പൊന്നുമോൻ എവിടുന്നാണോ വന്നത് അങ്ങോട്ടേക്ക് തിരിച്ചു പോ. അതെ സാർ, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞത്? ഞാനൊരു മജീഷ്യനാണ്. ഈ ഡാബ്രക്ക മജീഷ്യന്റെ അടുത്ത് ഒന്നും നടക്കില്ല. ഞാൻ അനിമൽസിനെ വശീകരിക്കുന്നതിൽ എക്സ്പേർട്ടാണ്. നിങ്ങൾ ശരിക്കും കലക്കി കളഞ്ഞു സാർ. അതിന് വീണ്ടും വെള്ളച്ചാട്ടത്തിലേക്ക് പറഞ്ഞയച്ചല്ലോ. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടായേനെ. നിങ്ങൾ ആ എട്ടിയെ ഇവിടുന്ന് ദൂരെ എവിടേക്കെങ്കിലും ഓടിച്ചു വിടുവോ? ഈ ഡാബ്രക്കന്റെ മാജിക്കിന്റെ അടുത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് ചെയ്ത് തീർക്കാൻ കുറച്ച് സമയം എടുക്കും. അതിനെ എങ്ങോട്ടേക്കാണ് പറഞ്ഞേക്കേണ്ടതെന്ന് എനിക്കൊന്ന് ആലോചിക്കണം. അത് മാത്രമല്ല, അതിന് കുറച്ച് റിസർച്ചിന്റെ ആവശ്യമോ ഉണ്ട്. പക്ഷെ എനിക്കിപ്പോ ആണെങ്കിൽ തീരെ സമയമില്ല. ഒരുപാട് ഷോസും ഒരുപാട് പരിപാടികളായിട്ട് ഒരുപാട് ഷോസ് ബ്ലോക്ക് ആയിരിക്കും. എങ്കിൽ പിന്നെ എട്ടിയെ നിങ്ങളുടെ മന്ത്രം കൊണ്ട് എന്നും പുറത്തു വരുത്തൂ. കാണാൻ വരുന്നവർക്ക് ടിക്കറ്റ് വെച്ച് കാശുണ്ടാക്കും. എന്നിട്ട് എട്ടിയെ ഇവിടുന്ന് എന്നേക്കുമായി ഓടിച്ചു വിടാനുള്ള തന്ത്രം മെനയും. എന്നിട്ട് ഓടിച്ചു വിടും. അങ്ങനെയാണെങ്കിൽ ശരി, നാളെ ഒരു ഷോ തുടങ്ങാണ്. ടിക്കറ്റ് വാങ്ങിച്ചോണ്ട് എല്ലാവരും കാണാൻ വരണം കേട്ടോ. ഓ സൂപ്പർ, കൊള്ളാം. ഷോ അടിപൊളിയായി നടത്തണം. എട്ടി ഇപ്പൊ ഫുള്ളായി റെഡി ആയി കഴിഞ്ഞോ? ബോസ്, നിങ്ങൾ എന്തിനാ എട്ടിയെ ബ്ലാക്ക് രൂപത്തിലാക്കിയത്? എന്നിട്ടും എന്തായി? ചിലരൊക്കെ അതിനെ ഗൊറില്ലയാണെന്നാ കരുതുന്നത്. ഞാൻ എന്തിനാ ബ്ലാക്കിൽ ഉണ്ടാക്കിയതെന്ന് അറിയോ? കാരണം വൈറ്റ് കണ്ടാൽ എല്ലാവർക്കും മാലാഖനെ പോലെ അത് തോന്നും. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നരുതാ. ഈ എട്ടിനെ ഉപയോഗിച്ച് ഷോ ചെയ്ത് ഞാൻ 2 കോടിയോളം സമ്പാദിക്കാൻ പോവുകയാണ്. അതെ, നിങ്ങൾ എല്ലാരും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്നതല്ലേ എത്തി വെള്ള കളറിലാണ് ഉള്ളതെന്ന്.
അത് മാത്രമല്ല അത് മഞ്ഞുമലയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. എന്റെ മോട്ടോ, നീ ആ കാര്യം വിട്ടേക്ക്. ദേ കണ്ടില്ലേ, ഇപ്പൊ ആ മാജിക്കാരൻ വന്നില്ലേ? അയാൾ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ ചെയ്തിട്ട് പോട്ടെന്നേ. ഇല്ല ഇല്ല, പറ്റില്ല. അതെന്താണെന്ന് കണ്ടുപിടിക്കാതെ എനിക്ക് വിശ്രമമില്ല. ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ മന്ത്രവാദി പെട്ടെന്ന് എവിടുന്നാണ് വന്നത്? അയാൾക്ക് അതിനെ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു? അതെനിക്ക് കണ്ടുപിടിച്ചേ മതിയാവൂ. എന്റെ മോട്ടോ, നീ ഒന്ന് നിൽക്ക്. അത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ഇട്ടിട്ട് വേണം പോവാൻ. അങ്ങനെയുള്ള ഒരു പ്ലാനും എനിക്ക് ആവശ്യമില്ല. ഒന്ന് നിൽക്കും മോട്ടോ, നിൽക്ക്. നന്നായി വലിക്കേ. ഞാൻ വരില്ല. ഇവിടെയും എത്തിയോ? അതെ അതെ, ഞാൻ പറഞ്ഞതല്ലേ ഇത് കറുത്ത ഗൊറില്ലയാണെന്ന്. ഞാൻ ഗട്ടിയാണ്. മോട്ടു സമ്മതിക്കേ. മോട്ടു, ഞാൻ ഗട്ടിയാണെന്ന് ഇവൻ സമ്മതിക്കുന്നത് വരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇടവിടാതെ ഇടിച്ചുകൊണ്ടിരിക്കും. സമ്മതിക്കേ. ഇപ്പൊ പറയേ, എന്ത് തീരുമാനിച്ചു? ഞാൻ എട്ടിയാണോ അല്ലയോ? അല്ല, നീ ഗൊറില്ലയാണ്, ഗൊറില്ല. മോട്ടു സമ്മതിക്കേ. മോട്ടു ഗൊറില്ലയാണ്, ഗൊറില്ലയാണ്, ഗൊറില്ലയാണ് നീ. ബുദ്ധി വർക്കില്ലെന്ന് നിനക്കറിയില്ലേ? നീ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്താലോചിക്കാനാ? സമൂസ കഴിക്ക്, എന്നിട്ട് പണി തുടങ്ങ്. ഇയാളിപ്പോ കൊറിയിലാന്ന് പറഞ്ഞ് എന്റെ എട്ടീനെ ഇങ്ങനെ പന്താടുകയാണല്ലോ. അവർ ചെയ്തിട്ട് വല്ലതും സംഭവിക്കുകയാണെങ്കിലേ എന്റെ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. കലക്കി മോട്ടു. ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ഇത് ഗൊറില്ല ഒന്നും അല്ലെന്നേ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, റോബോട്ട്. എന്നാലും ഞാൻ ഗട്ടിയാ. എല്ലാം അവസാനിച്ചല്ലോ. നിങ്ങൾ എന്താ എന്റെ എട്ടിയെ ചെയ്തത്? നിങ്ങൾ അതിനെ നശിപ്പിച്ചു അല്ലേ? എന്റെ മാജിക്കാരൻ ചേട്ടാ, ഇത് നിങ്ങളുടെ എത്തിയാണോ? ഒന്ന് നേരെ പറയൂ, ഇവിടെ സംഭവിച്ചതൊക്കെ എന്താ? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പ്രോഗ്രാമിംഗ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ എറ്റീനെ. എന്റെ പ്ലാൻ തന്നെ ഈ എറ്റി ഉപയോഗിച്ച് ഒരുപാട് ഷോസ് നടത്തി സമ്പാദിക്കണം എന്നുള്ളതായിരുന്നു. കാരണം വൈറ്റ് എറ്റി എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്കിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഓ, ഇങ്ങോട്ട് നോക്കൂ മാജിക്കാരൻ ചേട്ടാ, നിങ്ങൾ ഇത്രയും നന്നായി ഒന്നും ഉണ്ടാക്കിയതല്ലേ? അത് നേരാവണ്ണം പോലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തൂടായിരുന്നോ? ആവശ്യമില്ലാതെ അങ്ങനെ ജനങ്ങളെ പറ്റിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? പറയൂ.
ഞാൻ പറഞ്ഞതുപോലെ കാണിക്കായിരുന്നെങ്കിലേ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാമായിരുന്നു. എന്നിട്ട് എന്നോട് പറയും അവര് റിസർച്ച് മാത്രമാണ് ചെയ്യുന്നെന്ന്. എന്നിട്ട് ഒരു മൊമെന്റും തന്ന് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയക്കും. അറിയോ നിങ്ങൾക്ക്, എനിക്ക് പണം വേണം, പണം. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ അതിന് തെരഞ്ഞെടുത്ത വഴിയാണ് തെറ്റ്. മനസ്സിലായോ? അയ്യോ ബ്രോ, സോറി. ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് എന്താണോ അറിയുന്നത് അതുപയോഗിച്ച് ഞാൻ സമ്പാദിക്കാൻ തീരുമാനിച്ചു. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചത് കൊണ്ട് ജയിലിലേക്ക് പോയേ മതിയാകൂ. പക്ഷേ വേറെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ നല്ലൊരു സംഭവമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓ അങ്ങനെയാണല്ലേ. മോട്ടോ ബട്ട്ലജി, ആദ്യം എനിക്ക് ഫേമസ് ആവണം, ബാക്കിയൊക്കെ പിന്നീട് നോക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.